ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർവോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം നിരവധി ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. യൂട്യൂബ് എപ്പോഴും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഓരോ അപ്ഡേറ്റുകളും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ്. എന്നാൽ യൂട്യൂബിൻ്റെ ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മളെ ഞെട്ടിച്ചോ അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പെടുത്തിയോ എന്നുള്ള കാര്യത്തിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. കാരണം നിരവധി ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അവർക്ക് ലോട്ടറി അടിച്ച പോലെ ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ അല്ല, വീണ്ടും നമ്മളെ യൂട്യൂബ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ചെറിയ ചെറിയ അപകർഷണങ്ങൾ ഇട്ട് തന്നുകൊണ്ട് നിങ്ങളെ വീണ്ടും പറ്റിക്കുന്നതിനൊരു തുല്യമാണ്. എന്നാൽ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? യൂട്യൂബിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയ ഹാഫ് മോണിറ്റൈസേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മോണിറ്റൈസേഷൻ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അറിയാത്തവരുണ്ടായിരിക്കും. എന്താണ് ഹാഫ് മോണിറ്റൈസേഷൻ, അല്ലെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ കൊണ്ട് യൂട്യൂബ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം തരുമോ? ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം യൂട്യൂബ് നമ്മളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ യൂട്യൂബ് നമ്മളെ പറ്റിക്കുകയല്ല. കാരണം യൂട്യൂബിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് നല്ല രീതിയിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു നല്ല യൂട്യൂബർ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. ഈ ഒരു അപ്ഡേഷനെ കുറിച്ച് അറിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യും, യൂട്യൂബ് നമ്മളെ വീണ്ടും പറ്റിച്ചു, അല്ലെങ്കിൽ പറ്റിച്ച് പാലം കിടത്തി എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ അങ്ങനെയല്ല, യൂട്യൂബ് നമ്മളെ പറ്റിക്കുന്നില്ല. ഞാൻ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് ഹാഫ് മോണിറ്റൈസേഷൻ? ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 500 സബ്ബും 3000 വാച്ച് അവേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ, അതായത് ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടും, അല്ലെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷന് എലിജിബിൾ ആവും എന്നുള്ളൊരു പുതിയ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് പുതിയ യൂട്യൂബേഴ്സിനാണ് ഇത് ഉടനെ തന്നെ കിട്ടുന്നത്. അതായത് പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു അപ്ഡേഷൻ അവരുടെ ഏൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിന് മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങി സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു അപ്ഡേഷൻ കാണുവാൻ സാധിക്കില്ല. ഇത് അവർക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇയർ എൻഡിലൂടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ഈ യൂട്യൂബ്, അതായത് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു അപ്ഡേഷൻ അവരുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കാണുവാൻ സാധിക്കും. 500 സബ്ബും 3000 വാച്ച് ടൈമും. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷനെ കുറിച്ച് അറിയുമ്പോൾ നിങ്ങളുടെ ചാനലിൽ വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുമോ? ഈ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ അകത്ത് നിങ്ങൾക്ക് വരുമാനം കിട്ടിത്തുടങ്ങും. പക്ഷേ അത് നിങ്ങൾക്ക് പരസ്യം അല്ലെങ്കിൽ ആഡ് നിങ്ങളുടെ വീഡിയോയിൽ പ്ലേസ് ചെയ്തല്ല. ഈ ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആദ്യം തന്നെ എന്താണ് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാനലിൻ്റെ അകത്ത്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് 500 സബ്ബും അതുപോലെ 3000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത്, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഹാഫ് മോണിറ്റൈസേഷൻ നമുക്ക് എലിജിബിളായി കിട്ടും. ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ താങ്ക്സ്, സൂപ്പർ ചാറ്റ്, ജോയിൻ ബട്ടൺ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എനേബിൾ ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ആക്റ്റീവാക്കി ഇടാം. ഒരു യൂട്യൂബ് ചാനൽ ഉള്ള, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് വരാനിരിക്കുന്ന ആളുകൾക്ക് അവർ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും സൂപ്പർ ചാറ്റ് അല്ലെങ്കിൽ സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻസ്. നമ്മൾ ലൈവായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോയുടെ അകത്തോ നമുക്ക് സൂപ്പർ താങ്ക്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതൊരു നിശ്ചിതമായ എമൗണ്ട് നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് നമുക്കൊരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് സൂപ്പർ താങ്ക്സും. അതുപോലെ സൂപ്പർ ചാറ്റിൽ നമ്മൾ ഇപ്പോൾ ഒരു ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് നമുക്കൊരു എമൗണ്ട് തന്നെ എന്നുണ്ടെങ്കിൽ അവർക്ക് സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്ന താഴെ കാണുന്ന, അത് നമ്മുടെ വീഡിയോയുടെ താഴെ കാണുന്ന ഒരു ചെറിയ സിമ്പിളുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു എമൗണ്ട് പേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറിന് നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ജോയിൻ ബട്ടൺ, അതുപോലെ തന്നെയാണ് ജോയിൻ ബട്ടൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും. നമ്മൾ ഏൺ എന്ന് പറയുന്ന യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം വാച്ച് പേജ് ആഡ്സ്, ഷോർട്ട് ഫീഡ് ആഡ്, അതുപോലെ താഴത്തോട്ട് സൂപ്പർ താങ്ക്, സൂപ്പർ ചാറ്റ്, അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം ഷോപ്പിംഗ്, ജോയിൻ ബട്ടൺ, അങ്ങനെ പറഞ്ഞ ഓരോ ഓപ്ഷൻസ് കാണാം. ഇതിനകത്ത് ജോയിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, നമ്മുടെ പ്രൊഫൈലില്ലേ അത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ്, അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ ബോക്സിൽ ജോയിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം.
ഈ ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നിശ്ചിതമായ എമൗണ്ട് ഈ ജോയിൻ ബട്ടണിൽ സെറ്റ് ചെയ്ത്, അതായത് നമുക്ക് പ്രൈവറ്റ് വീഡിയോസൊക്കെ നമുക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി, അതായത് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിലേക്ക് അങ്ങനെയുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള മെമ്പേഴ്സിന് വേണ്ടിയാണ് ഈ ജോയിൻ ബട്ടൺ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ബട്ടൺ കൊടുത്ത് അല്ലെങ്കിൽ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുന്നവർക്ക് ഒരു നിശ്ചിതമായ തുക പേ ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. അതിൽ നിന്നും നമുക്കൊരു വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കും. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ നിന്നും വരുമാനം കിട്ടുന്നതിന് ആഡ് പ്ലേസ് ചെയ്ത് വരുമാനം കിട്ടുന്ന ഒരു സെറ്റപ്പ് അല്ല ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഹാഫ് മോണിറ്റൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 500 സബ്ബും 3000 വാച്ച് ടൈമുമാണ് നമുക്ക് വേണ്ടത്. 3000 വാച്ച് ടൈം എന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു 3 ലോങ് വീഡിയോസ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കണം. അതായത് നിങ്ങൾക്ക് 1-ാം തീയതി നിങ്ങൾക്ക് 3000 വാച്ച് ടൈമും അതുപോലെ 500 സബ്സ്ക്രൈബർ എന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അതിന് പുറകോട്ടുള്ള 90 ദിവസത്തിന് ഇടയിലുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒരു 3 ലോങ് വീഡിയോസും നിർബന്ധമായി ഇട്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ക്രൈറ്റീരിയ എലിജിബിളായി കിട്ടുകയുള്ളൂ. എന്നാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ഷോർട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ഫീഡ് ആഡ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഷോർട്ട്സിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഈ ഒരു ക്രൈറ്റീരിയയിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ വാച്ച് പേജ് ആഡ്സ് അതുപോലെ ഷോർട്ട് ഫീഡ് ആഡുകളൊക്കെ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ പഴയ ക്രൈറ്റീരിയ ഏതാണ്? ആ പഴയ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4000 വാച്ച് ടൈമും അതുപോലെ 1K സബ്സ്ക്രൈബറും നിങ്ങളുടെ ചാനലിലും ആ ക്രൈറ്റീരിയ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ആഡ് പ്ലേസ് ചെയ്യാനും അതുപോലെ ഷോർട്ട് ഫീഡ് ആഡും നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ഓൾഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1K സബ്ബും അതുപോലെ 4000 വാച്ച് ടൈമും അല്ലെങ്കിൽ നമുക്ക് 10 മില്യൺ ഷോർട്ട് വ്യൂ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഹാഫ് മോണിറ്റൈസേഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 500 സബ്ബും 3000 വാച്ച് ടൈമാണ്. അല്ലെങ്കിൽ 3000 വാച്ച് ടൈമിന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് 30 ലക്ഷം ഷോർട്ട് വ്യൂ, അതായത് 3 മില്യൺ ഷോർട്ട് വ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 90 ദിവസത്തിനുള്ളിൽ ബാക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ 90 ദിവസത്തിൻ്റെ ഇടയിൽ നമ്മൾ 3 ലോങ് വീഡിയോസും ഇട്ടിരിക്കണം. ഈ ഒരു ക്രൈറ്റീരിയ ആണ് യൂട്യൂബ് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പുതിയ ഒരു അപ്ഡേറ്റിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹാഫ് മോണിറ്റൈസേഷൻ എല്ലാവരും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഹാഫ് മോണിറ്റൈസേഷനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇത് തട്ടിപ്പാണോ അല്ലെങ്കിൽ ഇത് നമ്മളെ യൂട്യൂബ് വീണ്ടും വീണ്ടും ചതിക്കുകയല്ലേ എന്ന് എല്ലാവരും ഇപ്പോൾ ഒരു മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ നിങ്ങളെ യൂട്യൂബ് പറ്റിക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ അല്ല. യൂട്യൂബ് നമുക്ക് ഒരു പ്രോത്സാഹന സമ്മാനമായിട്ടാണ് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഒരു പ്രോത്സാഹന സമ്മാനം എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ പറയുന്നത്? കാരണം ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്ന ഒരു കുട്ടിക്ക് ഒരു ട്രോഫിയോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റോ എന്തായാലും സമ്മാനം കിട്ടും ഇയർലി. അപ്പോൾ സെക്കൻഡ് വരെ പഠിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ വന്ന ആൾക്ക് ചെറിയ 1, 2, 3 മാർക്കിൻ്റെ വ്യത്യാസം കൊണ്ട് ആൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാണ്ട് പോകുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ, ആ വിഷമം മാറ്റാൻ വേണ്ടിയാണ് യൂട്യൂബ് ഇവിടെ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത്? നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും നമ്പർ 1 ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1K സബ്ബും 4000 വാച്ച് ടൈമുമാണ്. അത് നമുക്ക് ഷോർട്ട് ഫീഡ് ആഡ് എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 1K സബ്ബും അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്ട് വ്യൂവും നമുക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ നമുക്ക് എനേബിൾ ചെയ്ത് കിട്ടും, അതായത് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് കിട്ടും. എന്നാൽ നമുക്ക് ലോങ് വീഡിയോസ് എനേബിൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ലോങ് വീഡിയോസ് മോണിറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് 1K സബ്ബും 4000 വാച്ച് ടൈമും 1 ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അതായത് 1 ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ മെയിൻ മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ യൂട്യൂബിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള ഹാഫ് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 500 സബ്ബും 3000 വാച്ച് ടൈമും അല്ലെങ്കിൽ 3000 വാച്ച് ടൈമിന് പകരം നമുക്ക് 3 മില്യൺ ഷോർട്ട് വ്യൂ, അതായത് 30 ലക്ഷം ഷോർട്ട് വ്യൂവും നമുക്ക് ഒരു 3 മാസത്തിനുള്ളിൽ ഒരു 3 മാസമല്ല 90 ദിവസത്തിനുള്ളിൽ ഒരു 3 വീഡിയോയും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കിട്ടും. അതായത് യൂട്യൂബിലേക്ക് വരുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർ ആണെങ്കിൽ അവർക്കൊരു പ്രോത്സാഹന സമ്മാനമായിട്ടാണ് യൂട്യൂബ് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന പുതിയ ഒരു മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്.
അപ്പോൾ എന്തായിരിക്കും പ്രോത്സാഹന സമ്മാനമായിട്ട് വരിക എന്ന് പറയുന്നത്? കാരണം നിങ്ങൾ എല്ലാവരും യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഉദ്ദേശിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മൂവ് ചെയ്യുന്ന യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ യൂട്യൂബ് ചാനൽ നിർത്തിക്കോളൂ. കാരണം മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വരുമാനം വരണം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യണം എങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ വ്യൂസ് ഉണ്ടാവണം, വാച്ച് അവേഴ്സ് കിട്ടണം. കാരണം നിങ്ങളുടെ ലോങ് വീഡിയോസ് നല്ല രീതിയിൽ വ്യൂസ് കയറി കഴിഞ്ഞാൽ മാത്രമാണ്, അതായത് നിങ്ങളുടെ വീഡിയോസ് ഫുൾ ലെങ്ത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ പൂട്ടിക്കെട്ടി പോവുക മാത്രമാണ് ഞാൻ പറയുകയുള്ളൂ. എങ്ങനെയെങ്കിലും കുറേ വീഡിയോസ് ഇടണം, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കണം എന്ന് പറഞ്ഞു വരുന്നവർ തീർച്ചയായും നിങ്ങൾ ഇപ്പം തന്നെ യൂട്യൂബ് ചാനൽ നിർത്തി വേറെ വല്ല പരിപാടിക്കും പോക്കോ. ഞാൻ പറഞ്ഞു തരാം, യൂട്യൂബിൻ്റെ അകത്ത് നിങ്ങൾക്ക് വരുമാനം കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. നല്ല വർക്ക് ചെയ്ത് നല്ല കണ്ടൻറ് ക്രിയേറ്റ് ചെയ്ത് നല്ല വ്യൂസും വാച്ച് ടൈമും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും യൂട്യൂബിൽ നിന്നും നല്ല വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യൂട്യൂബിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന യൂട്യൂബേഴ്സിന് വേണ്ടി യൂട്യൂബ് കൊണ്ടുവന്ന അപ്ഡേറ്റാണ് ഹാഫ് മോണിറ്റൈസേഷൻ. അതായത് നമ്മൾ മെയിൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലെങ്കിലും നമുക്ക് ഈ സെക്കൻഡ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടുകയും നമുക്ക് യൂട്യൂബിലേക്ക് വർക്ക് ചെയ്യാം, നല്ല രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ് യൂട്യൂബ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാണ്ട് യൂട്യൂബ് നിങ്ങളെ പറ്റിക്കാനോ, അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഉഡായിപ്പാന്ന് കരുതുന്നവർ തീർച്ചയായും ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിലും, അതായത് നിങ്ങൾക്ക് മെയിൻ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എലിജിബിൾ ആയിട്ടില്ലെങ്കിലും 1 ഇയറിനുള്ളിൽ ഈ ഒരു ഓപ്ഷൻസ്, അതായത് ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വരുമാനം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് യൂട്യൂബ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ചെറിയ പ്രോത്സാഹന സമ്മാനം, അതായത് നിങ്ങൾ തളർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പീഡ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ബൂസ്റ്റിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു അടിപൊളി അപ്ഡേറ്റാണ് ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹാഫ് മോണിറ്റൈസേഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷനെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ക്രൈറ്റീരിയ അത്ര വലിയ സംഭവമൊന്നുമല്ല. യൂട്യൂബിൽ അങ്ങനെ നിങ്ങളെ വലിയ ലക്ഷങ്ങൾ തരാൻ പോകുന്ന സംഭവങ്ങളൊന്നുമല്ല. അതുകൊണ്ടാണ് അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാണ്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞു തീരുന്ന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. കാരണം പുതിയൊരു യൂട്യൂബറാണ്, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഫോളോ ചെയ്യട്ടെ. കാരണം നമ്മുടെ ഈ ഇമ്പോർട്ടൻ്റ് വീഡിയോ അവരിലേക്കും എന്ന് എത്തുകയാണെങ്കിൽ അവർക്കും യൂട്യൂബിലേക്ക് വരുവാനും, അല്ലെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യുവാനും എല്ലാവർക്കും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഒരു വൈറൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.